കർമ്മങ്ങൾ അഥവാ ത്യാഗകർമ്മങ്ങൾ കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നിശ്ചയമായും നീ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, ഞങ്ങളുടെ റബ്ബേ അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. യത്ലു അലൈഹിം ആയാതിക, അവർക്ക് നിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവൻ. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത അത്രയും വിശദമായ പ്രാർത്ഥനകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അഹ്മദ് വാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിമസ്സലാം കഅബ മന്ദിരം കെട്ടി ഉയർത്തുമ്പോൾ ചെയ്ത പ്രാർത്ഥനകളാണിത്. കഅബയുടെ അടിത്തറ മാത്രമല്ല, അതിന്റെ മീതെ ഭിത്തി കെട്ടി പൂർത്തിയാക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. അടിത്തറ കെട്ടുമ്പോൾ തന്നെ പ്രാർത്ഥനയും നടന്നിരുന്നുവെന്നാണ് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ ഈ കർമ്മം സ്വീകരിക്കണമേ എന്നും മറ്റും പ്രാർത്ഥിക്കുവാൻ ഏറ്റവും യോജിച്ച സന്ദർഭമാണല്ലോ അത്. കഅബ നിർമ്മിക്കുവാനുള്ള കൽപ്പന ലഭിച്ചത് ഇബ്രാഹിം നബിക്കായിരുന്നുവെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം പുത്രൻ ഇസ്മായിലും അതിൽ സഹകരിച്ചുവെന്നും, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കല്ല് ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് വാങ്ങി ഭിത്തി പഠിക്കുകയുമായിരുന്നു ചെയ്തിരുന്നതുവെന്നും ഹദീസുകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ താഴെ കാണുന്ന 6 അപേക്ഷകളാണ് അവർ അള്ളാഹുവിനോട് അപേക്ഷിച്ചിരിക്കുന്നത്. ഓരോന്നിൽ നിന്നും നമുക്ക് പലതും മനസ്സിലാക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണല്ലോ അള്ളാഹു അതൊക്കെ ഉദ്ധരിച്ചത്. ഇവയാണത്. അപ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം വിശദീകരിക്കുന്നത് കഅബാലയം കെട്ടി ഉയർത്തുമ്പോൾ ചെയ്ത പ്രാർത്ഥനകളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കഅബയുടെ അടിത്തറ മാത്രമല്ല, അതിന്റെ മീതെ ഭിത്തി കെട്ടി പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തത് മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഇസ്മായിൽ നബിയും കൂടിയാണ്. അടിത്തറ കെട്ടുമ്പോൾ തന്നെ പ്രാർത്ഥനയും നടന്നിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ ഭവനം അവർ കെട്ടിയുയർത്തുന്ന സന്ദർഭത്തിൽ വളരെ ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുകയാണ്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് ആ മഹത്തായ സംരംഭത്തിന് അവർ നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ ആ സംരംഭത്തിൽ അവർ പങ്കാളികളാകുന്നത്. കഅബാലയം നിർമ്മിക്കുവാനുള്ള കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭ്യമായി. നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്തായിരുന്നു എന്നത്. അദ്ദേഹം ഇറാഖിലായിരുന്നു. വാർദ്ധക്യത്തിന്റെ അന്ത്യ ദശകളിലാണ് അദ്ദേഹത്തിന് മകനുണ്ടാകുന്നത്. ആ മകനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു കൃഷിയില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത മക്ക മണലാരണ്യത്തിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ അവർ ഒറ്റക്ക് പാർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുവാനുള്ള കൽപ്പന അദ്ദേഹത്തിന് ലഭ്യമാകുന്നു. പിന്നീട് ആ മകൻ അവിടെ വളർന്ന് ആ മകൻ വളർന്ന് വലുതായി അദ്ദേഹത്തോടൊപ്പം അധ്വാനിക്കുവാനുള്ള പ്രായമാകുമ്പോൾ ആ സന്ദർഭത്തിലാണ് ആ മകനെ അറുക്കുവാനുള്ള കൽപ്പനയുണ്ടാകുന്നത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുന്നത്. അതിനുശേഷമാണ് കഅബാലയം നിർമ്മിക്കുവാനുള്ള കൽപ്പന ഉണ്ടാകുന്നത്. ആ കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭ്യമായപ്പോൾ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇസ്മായിൽ നബിയെയും അതിൽ പങ്കാളിയാക്കി.
അത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മറ്റു പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നുബുവത്ത് ലഭ്യമായ സന്ദർഭത്തിൽ ജനങ്ങളോട് സംസാരിക്കുവാൻ, വിശിഷ്യ ഫിർഔനോട് സംസാരിക്കുവാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂനിന്റെ സഹായം ആവശ്യമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അഭ്യർത്ഥിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ കൂടെ നിയോഗിക്കുകയും ഉണ്ടായി. അങ്ങനെ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകമായ അഭ്യർത്ഥന പ്രകാരമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ കഅബാലയം പടുത്തുയർത്തുന്ന ആ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കി നിശ്ചയിക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല് ശേഖരിച്ചു കൊണ്ടുവരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് വാങ്ങി ഭിത്തി പഠിക്കുകയുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഹദീസുകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ആ സന്ദർഭത്തിൽ അവർ അത് പടുത്തുയർത്തുന്ന സന്ദർഭത്തിൽ 6 കാര്യങ്ങളാണ് അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെട്ടത്. ഒന്നാമത്തേത് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമേ എന്നാകുന്നു. പ്രവർത്തിക്കുന്ന കാര്യം കൽപ്പിക്കപ്പെട്ടതും പുണ്യകർമ്മവുമായിരുന്നതിനാൽ തന്നെയും അത് അള്ളാഹു സ്വീകരിച്ചെങ്കിലേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പ്രത്യക്ഷത്തിൽ കാണപ്പെടാവുന്നതോ അല്ലാത്തതോ ആയ പല കാരണങ്ങളാലും അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാതിരിക്കുവാൻ സാധ്യതയുണ്ട്. സജ്ജനങ്ങളുടെ ഗുണങ്ങൾ വിവരിക്കുന്ന മധ്യേ വല്ല ദാനധർമ്മവും നൽകുമ്പോൾ തങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണെന്നുള്ള ചിന്തയാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ട് ആയിരിക്കും അവരത് നൽകുക എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് സ്മരണീയമത്രേ. അപ്പൊ ഇവിടെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന പ്രാർത്ഥന, ഇവിടെ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബിയും അവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും പുണ്യകരമായ ഒരു പ്രവൃത്തിയായിരിക്കാം. അവർ കഅബാലയമാണ് പടുത്തുയർത്തുന്നത്. വരാനിരിക്കുന്ന ജനസമൂഹങ്ങൾക്ക് അവരുടെ ഹൃദയങ്ങളെ ആ പ്രദേശത്തേക്ക് ആകർഷിക്കുവാനും അള്ളാഹുവിന്റെ ഭവനമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും മഹത്വമേറിയ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ ഒരു ഭവനത്തെയാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്നും, പിന്നീട് ജനങ്ങൾ അവിടെ വന്ന് അതിനെ തവാഫ് ചെയ്യുകയും അവിടെ ഇഅ്തികാഫിരിക്കുകയും അവിടെ ആരാധനകൾ നിർവഹിക്കുകയും അങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളെ മുഴുവനും അങ്ങോട്ട് കേന്ദ്രീകരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ഭവനത്തെയാണ് അവിടെ അവർ നിർമ്മിക്കാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യം, ഏറ്റവും മഹത്വമേറിയ ഒരു കർമ്മമാണ് അവർ നിർവഹിക്കാൻ പോകുന്നത്. പക്ഷേ കർമ്മങ്ങളുടെ മഹത്വമല്ല, ഓരോ പ്രവൃത്തിക്കും അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത് ആ കർമ്മത്തിന്റെ മഹത്വമല്ല, മറിച്ച് ആ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സുകളിലുള്ള വിചാരങ്ങളും വികാരങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും അതൊക്കെയാണ് അല്ലാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ കർമ്മങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഇത്തരത്തിലുള്ള ഏതൊരു അമലും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ കൃത്യമായ ഉദ്ദേശം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹുവിനോട് നമ്മളത് പറയണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം ആ പ്രവൃത്തി അല്ലാഹു സ്വീകരിക്കപ്പെടാതിരിക്കുവാൻ മറ്റു പല കാരണങ്ങളും ഉണ്ടാകും, നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. നമ്മൾ സംഭവിക്കുന്ന വീഴ്ചകളായിരിക്കാം, നമ്മുടെ ഉദ്ദേശങ്ങൾ മാറുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച രൂപത്തിൽ പൂർണ്ണമായും ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ഒരുപക്ഷെ ആ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നിഷേധിച്ചേക്കാം. അതുകൊണ്ട് ഏതൊരു അമലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന യുതൂന മാ ആതു വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ വചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ആ ആയത്ത് മുഹമ്മദ് അമാനി മൗലവി പ്രത്യേകമായി ഇവിടെ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണത്? വല്ല ദാനധർമ്മവും നൽകുമ്പോൾ
തങ്ങൾ തങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണെന്നുള്ള ചിന്തയാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ടായിരിക്കും അവരത് ചെയ്യുക. അപ്പോൾ ഒരു ധർമ്മം ചെയ്യുമ്പോൾ പോലും വെറുതെ ധർമ്മം നൽകുകയല്ല, ആ അമല് ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോവേണ്ടുന്നവരാണെന്ന ബോധ്യം അത് ഉണ്ടായിക്കൊണ്ട് കൃത്യമായും ആ ഹൃദയങ്ങൾ നടുങ്ങി വിറച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഏതൊരു അമലു സ്വാലിഹും നാം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളും ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ഭയവും ഭയപ്പാടുകളും എല്ലാം അതിൻ്റെതായ മറ്റു ബഹിർസ്ഫുരണങ്ങളും നമ്മുടെ മനസ്സുകളിലും ശരീരങ്ങളിലും ഉണ്ടായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പ്രാർത്ഥനാ വചനങ്ങൾ ഉണ്ടായിരിക്കുക അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി അത് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു അമല് പുണ്യകരമായ പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെടുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം റബ്ബനാ തഖബ്ബൽ മിന്ന എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വജ്അൽന മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങിയവരാക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ്. വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് കീഴ്പ്പെടുന്നതായ ഒരു സമുദായത്തെ ഉണ്ടാക്കണമേ എന്നും അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, അള്ളാഹുവിന്റെ ഖലീൽ എന്ന വിശേഷണത്തിന് പാത്രീഭൂതനായിട്ടുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ പുത്രനുമാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? വജ്അൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങുന്നവർ ആക്കേണമേ എന്ന്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം എത്രമാത്രം അള്ളാഹുവിന് മുസ്ലിമായിരുന്നു അദ്ദേഹം എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ടല്ലോ. മുസ്ലിം എന്ന പദത്തിന്റെ, അസ്ലമ എന്ന പദത്തിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ അതിന് കൃത്യമായും ഒരു പ്രതിരൂപം നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഖുർആൻ പ്രത്യേകമായും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആയത്തുകളിൽ നമുക്കത് പിന്നീട് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതായത് നീ കീഴൊതുങ്ങ് എന്ന് പറഞ്ഞ, നീ സമർപ്പിതമായ ഒരു ജീവിതം നയിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങിയവരായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ തന്നെ ഇസ്മായിൽ നബിയുടെ ചരിത്രവും അപ്രകാരമാണ്. നോക്കൂ നിങ്ങൾ, ആ മഹാന്മാരാണ് പ്രാർത്ഥിക്കുന്നത് വജ്അൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ രണ്ടാളെയും നിനക്ക് കീഴൊതുങ്ങിയവർ അഥവാ മുസ്ലിങ്ങളാക്കണമേ എന്ന്. നിന്റെ വിധിവിലക്കുകൾക്കെതിരായി ആരുടെ കൽപ്പനക്കും വഴങ്ങാത്ത, നിന്നെ മാത്രം ആരാധിക്കുന്ന നിഷ്കളങ്കരാക്കണേ എന്ന് സാരം. ഇതാണ് പ്രാർത്ഥന. അതായത് നിന്റെ വിധിവിലക്കുകൾക്കെതിരായി ആരുടെ കൽപ്പനക്കും വഴങ്ങാത്ത, നിന്നെ മാത്രം ആരാധിക്കുന്ന നിഷ്കളങ്കരാക്കണേ എന്നാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശം എന്നർത്ഥം. മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, പ്രവാചകന്മാർ കൂടിയായ മഹാന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെപ്പോലെ പാപികളും തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയവരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥനയുടെ ആവശ്യകത എത്ര വമ്പിച്ചതാണെന്ന് ആലോചിച്ചു നോക്കുക. ഒരാൾ പ്രത്യക്ഷത്തിൽ നിയമദൃഷ്ട്യ മുസ്ലിമായാൽ പോരാ, അള്ളാഹുവിന് തികച്ചും കീഴ്പ്പെട്ട യഥാർത്ഥ മുസ്ലിം തന്നെ ആയിരിക്കേണ്ടതുണ്ട്. ഒരിക്കൽ മുസ്ലിമായി കഴിഞ്ഞാൽ പോരാ, മരണം വരെ ആ ഇസ്ലാം നിലനിൽക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവർ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽപ്പെട്ടതാണിത്. അപ്പോൾ പ്രവാചകന്മാരല്ലാത്ത സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന പ്രസക്തി എത്രമാണെന്നത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുന്നതാണ്. ഒരാള് പ്രത്യക്ഷത്തിൽ നിയമദൃഷ്ട്യ മുസ്ലിമാകുന്നതൊക്കെ ഇവിടുത്തെ ദുനിയാവിലെ കാര്യമാണ്. ഒരാൾ മുസ്ലിമാകുന്നത് മൻസല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന, ഒരാള് നമ്മെപ്പോലെയുള്ള നമസ്കാരം നിർവഹിക്കുന്നു, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിയുന്നു, അതുപോലെ തന്നെ നാം അറുത്തതിൽ നിന്ന് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ കൂടെ കഴിയുന്ന, ആ രൂപത്തിൽ
നമസ്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പിന്നെ കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു, ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ പ്രത്യക്ഷത്തിൽ എല്ലാം നാം മുസ്ലിം എന്ന് വിളിക്കുന്നു. അവരെ മുസ്ലിം അല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല, അതിന്റെ അധികാരം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ ഒരാൾ യഥാർത്ഥ മുസ്ലിമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണമായ അവകാശം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. അത് അല്ലാഹുവിൻ്റെതാണ്. നാളെ പരലോകത്ത് അല്ലാഹുവാണ് അത് തീരുമാനിക്കുന്നത്, ഓരോരുത്തരും എന്താകുന്നു എന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ തികച്ചും കീഴ്പ്പെട്ട യഥാർത്ഥ മുസ്ലിമായിരിക്കുവാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത്. മനുഷ്യർക്ക് മുമ്പിൽ അഭിനയിച്ച് കാണിക്കുവാനും മനുഷ്യർക്ക് മുമ്പിൽ ആളുകളായി തീരുവാനും ഒക്കെ നമുക്ക് സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായും ശരിയായ മുസ്ലിമായി തീരണമെങ്കിൽ എന്തായിരിക്കണം? പൂർണ്ണമായും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ ഒരാളൊരു മുസ്ലിമായി എന്നാൽ അതോടുകൂടി അയാൾ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ മുസ്ലിമായി കൊള്ളണമെന്നില്ല. എത്രയോ ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല ഉദാഹരണങ്ങളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ രാവിലെ മുസ്ലിമായിരിക്കും, പക്ഷെ വൈകുന്നേരമാകുമ്പോൾ അയാൾ മുസ്ലിം ആകുന്നില്ല. ഒരാൾ വൈകുന്നേരം മുസ്ലിമായിരിക്കും, പക്ഷേ നേരം വെളുക്കുന്ന സന്ദർഭത്തിൽ അയാൾ മുസ്ലിമായി കൊള്ളണമെന്നില്ല. അതിന് മാത്രം ഹൃദയങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് പ്രാർത്ഥിക്കുവാൻ, ഹൃദയങ്ങൾക്ക് ചാഞ്ചല്യമുണ്ടാക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനാ നിർഭരരായിക്കൊണ്ട് ജീവിക്കുവാനാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മാതൃകയായി ലഭിക്കുന്നത്. കാരണം ആ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്നു റബ്ബനാ തഖബ്ബൽ മിന്ന, പിന്നീട് പ്രാർത്ഥിക്കുന്നു റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ അവസാനമായി മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലും നാം മുസ്ലിമായിരിക്കേണ്ടതുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ നാം ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് തുറന്നുകൊണ്ട് വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, അടുത്ത കാര്യം അതാണ്, ഞങ്ങളുടെ സന്തതികളിലും നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ, മുസ്ലിങ്ങളായ സമുദായത്തെ ഉണ്ടാക്കണമേ എന്ന്. അവനവന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അവനവന്റെ മക്കൾക്കും കുടുംബത്തിനും ഭാവി തലമുറക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവർ നന്നായി തീരണമെന്നുള്ള മോഹവും താല്പര്യവും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ ആദ്യം സ്വന്തത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, പിന്നീടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സജ്ജനങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയ്ൻ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുകയും ഞങ്ങളെ നീ ഭയഭക്തന്മാർക്ക് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ ഭയഭക്തന്മാർക്ക് മുമ്പന്മാരാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരായിരിക്കും അവർ എന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക എന്ന ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥന, ഇസ്മായിൽ നബിയുടെ പ്രാർത്ഥന ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾക്ക് ശേഷം വരുന്ന ഞങ്ങളുടെ സന്തതികൾ, ഞങ്ങളുടെ സന്താന പരമ്പരകൾ, ഞങ്ങളുടെ തലമുറകൾ, പിന്നീട് വരുന്ന തലമുറകൾ, അവിടെയും മുസ്ലിം സമുദായത്തെ ഉണ്ടാക്കണമേ, നിനക്ക് കീഴ്പ്പെടുന്ന യഥാർത്ഥ മുസ്ലിങ്ങളെ ഉണ്ടാക്കണമേ എന്ന അവരുടെ പ്രാർത്ഥനയാണ്. അപ്പൊ സ്വന്തത്തിനു വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി പോലും അവർ പ്രാർത്ഥിച്ചിരുന്നു. പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾക്ക് അവരുടെ ഭാവി നന്നാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ ഭാവി പലപ്പോഴും നമ്മൾ അവർക്ക് ശരിയാക്കി കൊടുക്കാറുള്ളത് അവരുടെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കാം. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മക്കള് ഒരിക്കലും തന്നെ ഭിക്ഷ തണ്ടരുത്, അതല്ലെങ്കിൽ അവർ അലഞ്ഞു തിരിയാൻ പാടില്ല, അവർ ദരിദ്രരായി തീരാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റബ്ബന വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ സന്തതികളിലും നിനക്ക് കീഴ്പ്പെടുന്ന സമുദായത്തെ ഉണ്ടാക്കണമേ. ഞങ്ങളുടെ മക്കൾ അള്ളാഹുവിന് വിധേയരായിരിക്കണം, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം, അള്ളാഹുവിനെ പേടിക്കുന്നവരായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി ഭൗതികമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ
തയ്യാറുള്ളവരായിരിക്കണം. ഇങ്ങനെ കൃത്യമായും അള്ളാഹുവിന് പേടിയുള്ള, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന സന്തതികൾ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക എന്നതാണ്. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ ആദ്യം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക്. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി, അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള മറ്റു സഹോദരന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അത് വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റു ആയത്തുകളിൽ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന ആയത്തിൽ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുകയും ഞങ്ങളെ നീ ഭയഭക്തന്മാർക്ക് മുമ്പന്മാരാക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ നിന്നെ ഞാൻ ജനങ്ങൾക്ക് നേതാവാക്കുന്നതാണെന്ന് അല്ലാഹു അറിയിച്ചതും നാം കണ്ടു. ഞങ്ങളുടെ സന്തതികൾ ദുർരിയത്തിന എന്ന വാക്കിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയായ ഇസ്രായേലിയരും ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയായ അറബികളും ഉൾപ്പെടുമെങ്കിലും സന്ദർഭം നോക്കുമ്പോൾ മുഖ്യമായും ഈ പ്രാർത്ഥന അറബികളുടെ വിഷയത്തിലാണ് സാക്ഷാത്കൃതമാകുന്നതെന്ന് വേണം കരുതുവാൻ. മുസ്ലിം സമുദായം നിലനിന്നു വന്നതും പ്രധാനമായും അവരിലൂടെ തന്നെയാണല്ലോ. ഇവിടെ ഏറ്റവും പ്രാധാന്യപൂർവ്വം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 2 പുത്രന്മാരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ നബിയുമാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയല്ല, അദ്ദേഹം വളർന്നത് ഫലസ്തീനിലും മറ്റുമൊക്കെയായിരുന്നുവല്ലോ. എന്നാൽ ഇവിടെ ഏറ്റവും പ്രാധാന്യപൂർവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് അറബികളുടെ വിഷയത്തിലാണ് ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മിക്ക മുഫസ്സിറുകളും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ദുർരിയത്തിന ഉമ്മത്ത മുസ്ലിമത്തല്ല എന്ന് പറയുന്നത് ആ കഅബാലയത്തെ ചുറ്റിപ്പറ്റി അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്നവരും അങ്ങനെ അവിടേക്ക് കടന്നു വരുന്നതുമായ തങ്ങളുടേതായ തലമുറകളിലൂടെ പിന്നീട് അവിടെ ഉണ്ടായിത്തീരുന്ന ജനസമൂഹങ്ങളിൽ നിന്നും നിന്നെ ആരാധിക്കുന്ന, നിന്നെ മാത്രം വണങ്ങുന്ന, നിനക്ക് നിഷ്കളങ്കരായിട്ടുള്ള യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടുള്ള ജനവിഭാഗത്തെ ഉണ്ടാക്കിയണമേ എന്ന അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് പറയുന്നത് വഅരിനാ മനാസികന, 4ാമത്തെ കാര്യം വഅരിനാ മനാസികന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ കാണിച്ചു തരണമേ എന്നുള്ളതാണ്. മനാസിക് എന്നാൽ ആരാധനാകർമ്മങ്ങൾ എന്നാണ് വാക്കർത്ഥമെങ്കിലും ഹജ്ജ് സംബന്ധമായ ആരാധനാകർമ്മങ്ങളെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. സന്ദർഭം പരിഗണിക്കുമ്പോൾ ഇവിടെയും ഈ ഉദ്ദേശമായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അള്ളാഹുവിനറിയാം അള്ളാഹുവിനായി ചെയ്യപ്പെടുന്ന ആരാധനാകർമ്മങ്ങളുടെ രൂപവും സ്വഭാവങ്ങളും എപ്രകാരമായിരിക്കണമെന്ന് അവനിൽ നിന്ന് തന്നെ അറിവും അനുമതിയും കിട്ടേണ്ടതുണ്ടെന്നും മനുഷ്യൻ അവർക്ക് സ്വയം രൂപകൽപ്പന നൽകിയാൽ പോരാ എന്നും ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കാം. ലാ യുഅബദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹു നിയമിച്ച പ്രകാരമല്ലാതെ അവന് ആരാധന ചെയ്യപ്പെട്ടുകൂടാ എന്നുള്ളത് ഇസ്ലാമിലെ ഒരു അംഗീകൃത തത്വമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവോ അവന്റെ റസൂലോ കാണിച്ചും അംഗീകരിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ ആരാധനാരൂപങ്ങളും അനാചാരങ്ങളായി തീരുന്നത്. അരിനാ മനാസികന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാകർമ്മങ്ങളെ കാണിച്ചു തരണമേ. അത് മൊത്തമായ അർത്ഥത്തിൽ ആരാധനാകർമ്മങ്ങൾ ഏതെല്ലാം ആരാധനകളുണ്ടോ ആ ആരാധനാകർമ്മങ്ങൾ മൊത്തത്തിൽ അത് ഈ പ്രാർത്ഥന ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശേഷിച്ച് ആ കഅബാലയുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ആരാധനാകർമ്മമാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഹജ്ജ് കർമ്മത്തിൽ അരിനാ മനാസികന എന്ന് പറയുമ്പോൾ ആ ഹജ്ജ് കർമ്മങ്ങൾ പ്രത്യേകിച്ച് അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഏതൊരു ആരാധനാകർമ്മവും അത് നാം നിർവഹിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തോന്നിയ രൂപത്തിലല്ല. ഏതൊരു ആരാധനാകർമ്മവും നമുക്ക് നിശ്ചയിച്ചു തരുന്നത് ആ ആരാധനാകർമ്മം നിയമമാക്കിയത് ആരാണോ ആ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്
ഒരു കാര്യം നമുക്ക് നിയമമാക്കിയതെങ്കിൽ അതിന്റെ കൃത്യമായ രൂപവും അതിന്റെ ഭാവവും അതിലെ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളും അതിന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചു തരുന്നത് മൻസക്ക് എന്ന് പറയുന്ന ആ കർമ്മ രൂപങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നിശ്ചയിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു തത്വം ലാ യുഅബദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അല്ലാഹു നിയമിച്ച പ്രകാരമല്ലാതെ അവൻ ആരാധന ചെയ്യപ്പെട്ടുകൂടാ എന്ന് പറയുന്നത്. അതല്ലാത്ത രൂപങ്ങൾ, യഥാർത്ഥത്തിൽ അല്ലാഹു നിശ്ചയിച്ചതല്ലാത്ത രൂപങ്ങൾ ആരാധനാകർമ്മങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, അതിനാണ് സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറയുന്നത്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വലാലത്താകുന്നു. വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും എല്ലാ വലാലത്തുകളും കൃത്യമായും അത് നരകത്തിലാണ് പതിക്കുക എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഏത് രൂപത്തിലാണോ ഏതൊരു കർമ്മവും നിയമമാക്കിയിട്ടുള്ളത് അതേ രൂപത്തിൽ അത് നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല. അതെല്ലാം മറ്റതെല്ലാം അനാചാരങ്ങളാകുന്നു. അതുകൊണ്ട് ദീനിൽ എപ്പോഴും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുവാൻ ആർക്കും അധികാരമില്ല. മൻ അഹ്ദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതവിഷയത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മതകാര്യങ്ങളിൽ ദീനിൽ നിയമമുണ്ടാക്കുവാൻ ആർക്കും അധികാരമില്ല, ആർക്കും അവകാശമില്ല. മതത്തിന്റെ നിയമങ്ങളും മതപരമായ കർമ്മങ്ങളുടെ രൂപങ്ങളും നിശ്ചയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ആ അല്ലാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തരുന്ന രൂപമാണ് ഓരോ സമുദായങ്ങൾക്കും നിയമമായി തീരുന്നത്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം അത് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ അപ്രകാരം നമസ്കരിച്ചുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക. ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സക്ക് നിങ്ങളുടെ ഹജ്ജിന്റെ രൂപം കർമ്മരൂപങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നും സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് വഅരിനാ മനാസികന, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മരൂപങ്ങളെ കാണിച്ചു തരണമേ, ആരാധനാ കർമ്മങ്ങളെ നീ കാണിച്ചു തരണമേ. വതുബ അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ. പ്രവാചകന്മാർ പോലും പാപമോചനം തേടുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയും പതിവാണെന്നിരിക്കെ ആ വിഷയത്തിൽ നാം എത്രമാത്രം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ഏ മനുഷ്യരെ, യുഹന്നാസ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ. തൂബു ഇലല്ലാഹ് ജമീഅ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഞാൻ തന്നെ ദിനം പ്രതി 100 പ്രാവശ്യം പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും 100 തവണ ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു, തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ അറിയിക്കപ്പെടുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 കണക്കിന് പാപങ്ങൾ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഒരു വിശ്വാസി എപ്പോഴും അപ്രകാരമാണ്. തന്നിൽ സംഭവിച്ചു പോയേക്കാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായും ബോധ്യമുണ്ടായിരിക്കുകയും ഞാനൊരു മനുഷ്യനാണ്, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആദമിന്റെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നവരാകുന്നു, തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ തൗബ ചെയ്ത് മടങ്ങുന്നവരാകുന്നു എന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ നിലക്ക് തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ ഏത് മനുഷ്യനാണെങ്കിലും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റുകളെ തിരിച്ചറിയുവാനും ആ തെറ്റുകളിൽ നിന്ന് മുക്തമായി തീരുവാൻ അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആരാണ്? ഖലീലുല്ലാഹി, അള്ളാഹുവിന്റെ ഉറ്റ സ്നേഹിതൻ എന്ന സ്ഥാനത്തിന് അർഹനായിട്ടുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രനായ ഇസ്മായിൽ നബിയുമാണ് പ്രാർത്ഥിക്കുന്നത്. എന്ത്? വതുബ അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ എന്ന കാര്യം. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതുബ അലൈന എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് പുറത്തു തരയണമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ എന്ന ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ.
ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഞങ്ങളുടെ ഈ പശ്ചാത്താപ ബോധത്തെ അത് നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. വതുബ് അലൈന, ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്നല്ല, മറിച്ച് പുറത്തു തരയണമേ എന്ന ഞങ്ങളുടെ ഈ അഭ്യർത്ഥനകളെ, പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ എന്ന അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. പിന്നീട് പറയുന്നത് റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ, അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിക്കണമേ എന്ന് തുടങ്ങിയുള്ള അപേക്ഷയാണ്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന ഈ പ്രാർത്ഥന എന്താണത്? ഇത് തങ്ങളുടെ ഭാവി സന്തതികളിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഉത്തമ സമുദായം ഉണ്ടായിരിക്കണമെന്നുള്ള ആ മഹാന്മാരുടെ ആവേശത്തിൽ നിന്ന് ഉളവായതാണ് ഈ പ്രാർത്ഥന. ഒരു ജനതയ്ക്ക് സത്യോപദേശം നൽകുവാൻ വേണ്ടി നിയുക്തനാകുന്ന ദൈവദൂതൻ അതേ ജനതയ്ക്ക് പരിചിതനായ ഒരാളായിരിക്കണം എന്നതാണല്ലോ പല നിലക്കും നന്നായി തീരുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ നിയോഗം മൂലം അള്ളാഹു നിവൃത്തിയാക്കിയിരിക്കുന്നു. അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ നിയോഗിച്ചയച്ച അനുഗ്രഹം ഓർമ്മിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനയിൽ റസൂലിന്റെ ഗുണവിശേഷണങ്ങളായി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള അതേ ഗുണങ്ങളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അത് ഓർമ്മിപ്പിക്കാറുള്ളത്. താഴെ 151 വചനവും സൂറത്ത് ജുമുഅ 2 വചനവും നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്താകുന്നു? ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ഒരു ദൂതനെ നീ അയക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോ ഈ പ്രാർത്ഥന ഇബ്രാഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് പൂർത്തിയാക്കപ്പെട്ടു. അന ദഅവതു അബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാകുന്നു ഞാൻ എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗിച്ചയച്ച അനുഗ്രഹം അത് വലിയ അനുഗ്രഹമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മനുഷ്യന് ലഭ്യമായിട്ട് അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്തിമ പ്രവാചകനായി കൊണ്ട് അല്ലാഹു നിയോഗിച്ചയച്ചു. വരാനിരിക്കുന്ന മുഴുവൻ സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും മനുഷ്യ കുലങ്ങൾക്കും മാതൃകയായിക്കൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളിലുമുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും അടങ്ങിയ ഒരു ശരീഅത്തുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അനുഗ്രഹമായി കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം അത് സംഭവിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രാർത്ഥന ചെയ്ത കാലത്ത് മക്ക പരിസരത്ത് ഒരു ജനതയാവട്ടെ സമുദായമാവട്ടെ നിലവിൽ വന്ന് കഴിഞ്ഞിട്ടില്ല. ഭാവിയിൽ വരാൻ പോകുന്നതേയുള്ളൂ. ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യം എന്താണെന്നും അത് സഫലമാക്കിയിരുന്ന സന്ദർഭം ഏതാണെന്നും ഏറ്റവും അറിയുന്നവൻ അല്ലാഹുവാണല്ലോ. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറെക്കുറെ 4000 കൊല്ലങ്ങൾക്ക് ശേഷം അല്ലാഹു ആ പ്രാർത്ഥനയുടെ ഫലമായി അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുമേനിയെ റസൂലാക്കി നിയോഗിച്ചു. ഇതിൽ നിന്നൊരു സംഗതി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഓരോന്നും തക്ക സമയത്തായിരിക്കും അല്ലാഹു നടപ്പിലാക്കുക. പ്രാർത്ഥനകളിൽ ധൃതി കൂട്ടരുതെന്നും ധൃതി കൂട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളോട് ഉപദേശിച്ചിട്ടുള്ളതും അതുകൊണ്ടാകുന്നു. റസൂലിന്റെ പ്രത്യേകതകളായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥനയിൽ എടുത്തു പറഞ്ഞതും ഖുർആനിൽ അള്ളാഹു ഒന്നിലധികം സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി വിശേഷിപ്പിച്ചതുമായ ആ ഗുണവിശേഷണങ്ങൾ ഇവയാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും അവർക്ക് ഓതിക്കൽപ്പിക്കുക. യത്ലു അലൈഹിം ആയാതിക, അള്ളാഹുവിന്റെ ഏകത്വം, മരണാനന്തര ജീവിതം മുതലായ സംബന്ധിച്ച് ആവശ്യമായ ലക്ഷ്യ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുക ആണെന്ന് സാരം. അതായത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതാണ് യത്ലു അലൈഹിം ആയാതിക. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ, അവന്റെ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അതവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിന്റെ ഏകത്വം, മരണാനന്തര ജീവിതം
ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത്തേത് വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ മുഖേനയാണ് ഈ വിശേഷണം പൂർത്തിയാകുന്നത്. വേദഗ്രന്ഥം പഠിപ്പിക്കുക എന്ന് പറയും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് അയക്കണമേ എന്നാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. യത്ലു അലൈഹിം ആയാതിക, വെറുതെ ഒരു പ്രവാചകനെ അയച്ചാൽ പോരാ. വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് കിതാബ് പഠിപ്പിക്കണം, ഗ്രന്ഥം പഠിപ്പിക്കണം, വേദഗ്രന്ഥം പഠിപ്പിക്കണം എന്നതാണ്. ആ വേദഗ്രന്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അതാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായി വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെടുകയും അങ്ങനെ അത് പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അവർക്ക് വിജ്ഞാനവും പഠിപ്പിക്കുക എന്നതാണ്. വയത്ലുൽ കിതാബ വൽ ഹിക്മത, യുക്തിതത്വം, വിജ്ഞാനം എന്നൊക്കെയാണ് ഹിക്മത്ത് എന്ന വാക്കിന് കൽപ്പിക്കപ്പെടാറുള്ളത്. ഓരോ കാര്യവും അതതിന്റെ സ്ഥാനത്ത് യഥാരൂപത്തിലും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ടുള്ള വിവക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് അവിടുത്തെ സുന്നത്താകുന്ന ചര്യ മുഖേനയാണ് നിവൃത്തിയാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത എന്ന് പറയുമ്പോൾ അൽ ഹിക്മത്ത് എന്ന് പറയുന്ന ജ്ഞാനം, ആ അറിവ് അതെന്താകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന ചര്യ മുഖേനയാണ് അത് പൂർത്തിയാകുന്നത്. അപ്പൊ നബിയുടെ പ്രവൃത്തി പദത്തിലൂടെ, അദ്ദേഹത്തിന്റെ സുന്നത്തുകളിലൂടെ നാം മനസ്സിലാക്കുന്ന അറിവുകൾക്കാണ് പൊതുവിൽ അൽ ഹിക്മത്ത് എന്ന് പറയുന്നത് എന്നർത്ഥം. അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളുടെയും നിയമനിർദ്ദേശങ്ങളുടെയും പ്രാവർത്തിക രൂപവും അവയനുസരിച്ചുള്ള ജീവിതക്രമവും തിരുമേനി സമുദായത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നത് അവിടുത്തെ വാക്ക് മുഖേനയും പ്രവൃത്തി മുഖേനയുമാണല്ലോ. അതാണ് അവിടുത്തെ സുന്നത്തും. ചില ഭൗതിക പ്രേമികൾ കരുതുന്നത് പോലെ ഭൗതിക ശാസ്ത്രങ്ങളോ ഏതാനും ജീവിത പരിഷ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശാസ്ത്രങ്ങളോ ശാസ്ത്രീയ തത്വങ്ങളോ അല്ല അതുകൊണ്ട് ഉദ്ദേശം. ചില ഭൗതിക പ്രേമികൾ കരുതുന്നത് പോലെ ഭൗതിക ശാസ്ത്രങ്ങളോ ശാസ്ത്രീയ തത്വങ്ങളോ അല്ല അതുകൊണ്ട് ഉദ്ദേശം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭൗതികമായ ചില വിജ്ഞാനങ്ങളെ കുറിച്ച് എന്നല്ല അതുകൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ടത്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായ വിജ്ഞാനമാകുന്നു അൽ ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നീട് പറഞ്ഞത് അവരെ സംസ്കരിക്കുക, വയുസക്കീഹിം എന്നതാണ്. വയുസക്കീഹിം കേവലം ഐഹികമായ ഏതാനും ജീവിത പരിഷ്കരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയിട്ടുണ്ടെന്നല്ല ഇതിന്റെ താല്പര്യം. വിശ്വാസാചാരങ്ങളിലോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഇടപാടുകളിലോ മാത്രമല്ല മാനുഷിക ജീവിതത്തിന്റെ പ്രധാനമെന്നോ അപ്രധാനമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ തുറകളിലും വ്യാപകമായിരിക്കുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുത്തിയ സംസ്കരണം. ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു ചരിത്ര സത്യമാണിത്. ഇതിന് ഉദാഹരണം നിരത്തിക്കാട്ടുന്ന പക്ഷം അത് വളരെ ദീർഘിച്ചു പോകും. കേവലം ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ മനുഷ്യർക്കിടയിൽ സംസ്കരിക്കുക എന്നതാണ്. മനുഷ്യരെ സംസ്കരിപ്പിക്കുക, ഇതാണ് പ്രവാചകത്വ നിയോഗത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായി എടുത്തു പറയുന്നത്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുശ്രിക്കുകളിൽ ചിലർ പരിഹസിച്ചുകൊണ്ടും ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങളുടെ ആൾ, അതായത് നബി തിരുമേനി, നിങ്ങൾക്ക് മലമൂത്ര വിസർജനം കൂടി പഠിപ്പിക്കുന്നതായി കാണുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, ശരി, ഞങ്ങൾ വിസർജന വേളയിൽ ഖിബ്ലക്ക് മുന്നിടരുതെന്നും വലം കൈകൊണ്ട് ശുചീകരണം ചെയ്യരുതെന്നും 3 കുറഞ്ഞ കല്ലുകൾ കൊണ്ട് മതിയാക്കരുത്, അതിൽ കാഷ്ടവും എല്ലും ഉണ്ടാകരുത് എന്നും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു: 4 വിധത്തിലായിരുന്നു ജാഹിലിയത്തിൽ വിവാഹം നടന്നിരുന്നത്. അവയിൽ ഒന്ന് ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചു വരുന്ന വിവാഹമാകുന്നു. അതായത് ഒരാളുടെ അടുക്കൽ അയാളുടെ മകളെയോ അധികാരത്തിൽപ്പെട്ടവളെയോ വിവാഹാലോചന നടത്തി മഹർ കൊടുത്ത് വിവാഹം ചെയ്യുക. മറ്റൊന്ന്, ഒരാൾ തന്റെ ഭാര്യ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ അവളോട് നീ ഇന്ന ആളുടെ അടുക്കൽ ചെന്ന് ദാമ്പത്യ ജീവിതം നയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവളെ അയക്കുകയും പിന്നീട് അവൻ അവളുമായി സമീപിക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ അയാളിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്ന പക്ഷം അവൻ അവളെ സ്വീകരിക്കുകയും ചെയ്യും. കുട്ടിക്ക് സാമർഥ്യവും യോഗ്യതയും ഉണ്ടായിത്തീരുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.
സൂചിപ്പിക്കപ്പെട്ടു വരുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമുദായത്തിലുണ്ടാക്കിയ സാംസ്കാരികമായ മാറ്റങ്ങളെ കുറിച്ചാണ്. മലമൂത്ര വിസർജനത്തെ കുറിച്ച് പറഞ്ഞപ്പോ മലമൂത്ര വിസർജനത്തിന് ശേഷം അത് കഴുകണം, വൃത്തിയാക്കണം എന്ന് പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്നും പല സമുദായങ്ങളിലും സമൂഹങ്ങളിലും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അവർ വൃത്തിയാക്കാറുമില്ല, വേണ്ട രൂപത്തിൽ വൃത്തിയാക്കണമെന്ന ചിന്തയുമില്ല. എന്നാൽ അതേസമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കൊണ്ട് അത് വൃത്തിയാക്കണമെന്നും അത് ലഭ്യമായില്ലെങ്കിൽ 3 കുറയാത്ത കല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ 3 കുറയാത്ത കല്ലുകൾ കൊണ്ട് അത് ശുദ്ധിയാക്കണമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ സാംസ്കാരികമായ അറിവുകൾ, അവരുടെ സംസ്കാരത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിജ്ഞാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി ലഭ്യമായിട്ടുണ്ട്. പിന്നീട് പറഞ്ഞ കാര്യം വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന വിവാഹ സമ്പ്രദായങ്ങൾ അത് വളരെ മോശമായ വിവാഹ സമ്പ്രദായങ്ങളായിരുന്നു. ഒന്ന്, സാധാരണ ഇസ്ലാം അംഗീകരിച്ചു വന്നിട്ടുള്ള വിവാഹ രീതി അന്നുണ്ടായിരുന്നു. മഹർ കൊടുത്തുകൊണ്ട് തന്റെ മകളെ ഒരു പുരുഷന് മഹർ സ്വീകരിച്ചുകൊണ്ട്, ഒരു സ്ത്രീ മഹർ സ്വീകരിച്ചുകൊണ്ട് തന്റെ മകളെ ഒരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമ്പ്രദായം. രണ്ടാമത്തെ സമ്പ്രദായം എന്ന് പറയുന്നത് തന്റെ ഭാര്യ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ അവളോട് നീ ഇന്ന ആളുടെ അടുക്കൽ ചെന്ന് ദാമ്പത്യ ജീവിതം നയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവളെ അയക്കുക. എന്നിട്ട് അവളുമായി പിന്നീട് സമീപിക്കാതിരിക്കുക. സ്വന്തം ഭാര്യയെ അവൾ ആർത്തവശുദ്ധി വന്നതിന് ശേഷം മറ്റൊരാളിലേക്ക് അയക്കുക. എന്നിട്ട് പിന്നീട് അവളെ സമീപിക്കാതിരിക്കുക. എന്നിട്ട് മറ്റവനിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചതിന് ശേഷം അയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന പക്ഷം അവൻ അവളെ സ്വീകരിക്കുകയും ചെയ്യാം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞയക്കുന്നത്? നല്ല ബുദ്ധിയും സാമർഥ്യവും അതുപോലെ തന്നെ അധികാരവും മറ്റുമൊക്കെയുള്ള ആളുകളിലേക്ക് അയക്കുകയും അങ്ങനെ അവർക്കുണ്ടാകുന്ന കുട്ടികൾ യോഗ്യതയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്, സാമർഥ്യവും യോഗ്യതയും ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നാണ്. ഇങ്ങനെയുള്ളൊരു വിവാഹ രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. മറ്റൊന്ന് ഇങ്ങനെയാണ്, 10 താഴെ പുരുഷന്മാർ ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവളുമായി സംസർഗമുണ്ടാക്കുക. അവൾ ഗർഭം ധരിച്ച് പ്രസവം കഴിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തി അവരിൽ ഇന്നവന്റേതാണ് കുട്ടിയെന്ന് നിർണയിക്കുക. അങ്ങനെ കുട്ടി അവന്റേതായി ഗണിക്കപ്പെടുക. അതവന് നിഷേധിക്കുവാൻ വയ്യ. 4ാമത്തെ വിവാഹം ഇങ്ങനെയാണ്, ഒരു സ്ത്രീയെ പലരും സമീപിക്കുക, ആര് ചെന്നാലും അവൾ സ്വീകരിക്കും. ദേവഡിഷികളാണ് ഇവർ. അവർ ആർക്കും പ്രവേശനമുണ്ടെന്ന് അറിയിക്കുവാൻ അവർ തങ്ങളുടെ വാതിൽക്കൽ ഒരു കൊടി നാട്ടുകയും ചെയ്യും. ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിച്ചാൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരിൽ ആരുടെ കുട്ടിയാണെന്നോ നിരീക്ഷകന്റെ അഭിപ്രായമെങ്കിൽ അപ്രകാരം അവന്റേതാണെന്ന് നിശ്ചയിക്കുക. അവരത് നിരസിക്കുവാൻ പാടില്ല. അങ്ങനെ സത്യവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ ഇന്ന് ജനങ്ങളിൽ നിലവിലുള്ള ഈ 1ാമത്തെ വിവാഹമല്ലാത്ത ജാഹിലിയ വിവാഹങ്ങളെല്ലാം അവിടുന്ന് തകർത്ത് കളഞ്ഞു എന്നതാണ്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ പറഞ്ഞത്. ആ സമൂഹത്തിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കാരണം ഒരു നിലക്കുമുള്ള സാംസ്കാരികമായി ഒരു വിജ്ഞാനവും ലഭ്യമായിട്ടില്ലാത്തൊരു സമൂഹം. സ്വന്തം ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുക മറ്റു രീതിയായിരുന്നു. അങ്ങനെ തുടങ്ങി. അതുപോലെ പിന്നെ സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാതിരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, ഇങ്ങനെ തുടങ്ങി സാംസ്കാരികമായി യാതൊരു നിലക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അന്ധകാരങ്ങളിൽ കഴിഞ്ഞിരുന്ന സമുദായമായിരുന്നു. അതുകൊണ്ടാണ് ആ സമുദായത്തെ, ആ കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടം എന്ന് തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്കിടയിൽ സാംസ്കാരിക ബോധമുണ്ടാക്കി വയുസക്കീഹിം എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ അടങ്ങിയ ഈ 3 വചനങ്ങളിൽ ഓരോന്നിന്റെയും അവസാനത്തെ വാചകം ശ്രദ്ധിച്ചു നോക്കുക. ആദ്യത്തേതിൽ തങ്ങളുടെ കർമ്മം സ്വീകരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവരുമാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേതിൽ ഞങ്ങളെ മുസ്ലിങ്ങളാക്കുകയും ഞങ്ങളുടെ സന്താനങ്ങളിലും മുസ്ലിങ്ങളായ സമുദായം ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്നും മറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവേ നീ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തേതിൽ ഭാവിയിൽ അവരിൽ ഒരു റസൂലിനെ നിയോഗിക്കുക വഴി അവരൊരു ഉത്തമ സമുദായമാക്കി തീർക്കുവാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ നീ പ്രതാപശാലിയും അഗാധജ്ഞനുമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനാവേളയിൽ പ്രാർത്ഥിക്കപ്പെടുന്ന വിഷയങ്ങൾ സാധിപ്പിച്ചു തരാമാറുള്ള അള്ളാഹുവിന്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ വഴി സന്ദർഭോചിതം അവനെ പുകഴ്ത്തി പറയുന്നത് നല്ലതാണെന്നും അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ എടുത്തു പറയണം. ഒന്നാമത്തേത് നോക്കൂ നിങ്ങൾ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു.
എന്നിട്ട് പറയുന്നത് ഇന്നക അൻത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണല്ലോ. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ നീ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് നീ സ്വീകരിക്കണമേ, ഞങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന. അപ്പോൾ അസ്സമീഉൽ അലീം എന്ന അല്ലാഹുവിന്റെ നാമങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ അസ്മാകളാകുന്നു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഞങ്ങളെ മുസ്ലിങ്ങളാക്കണമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്താന പരമ്പരയിലും മുസ്ലിങ്ങളെ ഉണ്ടാക്കണമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നക അൻത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ അവിടെ തൗബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാക്കണമേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് പുറത്തു തരയണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചു പോയ കാര്യങ്ങളിൽ നിന്ന് മാറ്റി യഥാർത്ഥ മുസ്ലിങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരു ഹൃദയത്തെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഹൃദയം അതാവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളായ തൗബ സ്വീകരിക്കുന്നവൻ, അതുപോലെ തന്നെ കരുണാനിധിയായിട്ടുള്ളവൻ, മനുഷ്യനോടേറെ കാരുണ്യമുള്ളവൻ എന്നുള്ള നിലക്ക് ആ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ അസ്മാകളെ മുൻനിർത്തിക്കൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ പ്രാർത്ഥനയിൽ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക എന്ന് പറഞ്ഞതിന് ശേഷം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപശാലിയും അഗാധജ്ഞനുമാകണല്ലോ. അതായത് അവരിലേക്ക് ഒരു പ്രവാചകൻ അയക്കണം, ആ പ്രവാചകൻ അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, വേദഗ്രന്ഥം പഠിപ്പിക്കണം, അവരെ സംസ്കരിച്ചെടുക്കണം, അവർക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കണം, അവരെ സംസ്കരിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു എന്ന അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ അസ്മാഉകൾ മുൻനിർത്തിക്കൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ അസ്മാഉകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥനാ രീതിയാണ് നാം അവലംബിക്കേണ്ടത് എന്നും ഈ പ്രാർത്ഥന വാചകങ്ങളിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മാതൃക അത് നാം പിൻപറ്റണമെന്നും, ആ മാതൃകയല്ലാത്ത മറ്റ് മാതൃകകൾ പിൻപറ്റുന്നതിനേക്കാൾ വിഡ്ഢിയായിട്ടുള്ളവൻ ആരുണ്ടെന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആ ആയത്ത് ഒന്ന് ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. إن شاء الله ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൽ നിന്ന് വിജ്ഞാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന, അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലുകളായി അവൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും അവൻ നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ പശ്ചാത്താപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിങ്ങളായി നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ നിലക്കുള്ള ശരിയായ ജീവിതം നയിക്കുവാനും വരും തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവരായി തീരുവാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗം ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.